അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രഭാത ചിന്തകൾ. പ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് എഡിസന്റെ പരീക്ഷണശാലയ്ക്ക് തീപിടിച്ചു. അന്ന് അദ്ദേഹത്തിന് 67 വയസ്സായിരുന്നു പ്രായം. അന്നുവരെ അദ്ദേഹം നേടിയ സകല പരീക്ഷണങ്ങളും അഗ്നിക്കിരയായി. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ചെന്ന മകൻ ചാൾസിനോട് അദ്ദേഹം പറഞ്ഞു, അമ്മയെ വിളിച്ചുകൊണ്ടുവരൂ. ഇത്രയും നല്ലൊരു തീപിടുത്തം അവൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി കാണാനും കഴിഞ്ഞെന്ന് വരില്ല. മനുഷ്യൻ എന്തു കൊതിച്ചാലും ദൈവം വിധിച്ചതേ വരൂ. കർഷകൻ വിത്ത് വിതയ്ക്കുന്നു, വളം ചേർക്കുന്നു, വെള്ളം നനയ്ക്കുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം വിളവുണ്ടാകണമെന്നില്ല. സമർത്ഥനായ കച്ചവടക്കാരൻ വലിയ സംഖ്യ മുടക്കി കച്ചവടം ആരംഭിക്കുന്നു. കച്ചവടം ലാഭകരമാക്കാൻ ആവും വിധം ശ്രമിക്കുന്നു. അതുകൊണ്ട് മാത്രം എല്ലാവർക്കും ലാഭം ലഭിക്കണമെന്നില്ല. അതിനാൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ എത്ര തെറ്റിയാലും കരുത്ത് കൈവിടരുത്. ഏത് പ്രതിസന്ധിയെയും സമചിത്തതയോടെ തരണം ചെയ്യുക. വമ്പിച്ച വിപത്ത് വരുമ്പോഴും അസ്വസ്ഥനാവാതിരിക്കുക. നേട്ടം കിട്ടുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക. കോട്ടം തട്ടുമ്പോൾ നിരാശനാവാതിരിക്കുക, ദുഃഖിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലോകത്താകമാനം സമാധാന അന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏവർക്കും ശുഭദിനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.